السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ്സുന്ന എന്ന വളരെ പ്രസിദ്ധമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ചെറുകൃതിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ വായിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങൾ, ഇത്തരം ഗ്രന്ഥങ്ങൾ നാം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. മറ്റു മതങ്ങളിൽ നിന്നും ദീനുൽ ഇസ്ലാമിനെ വ്യത്യസ്തമാക്കുന്നത് അതതിൻ്റെ വിശ്വാസ കാര്യങ്ങൾക്ക് പ്രത്യേകത നൽകുന്നു എന്നുള്ളതാണ്. മറ്റു മതസ്ഥരെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവർക്ക് അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കണമെന്നോ ഇന്ന രൂപത്തിലേ വിശ്വസിക്കാവൂ, ഇന്നതൊന്നും വിശ്വസിച്ചുകൂടാ എന്നോ അങ്ങനെ കണിശത ഉണ്ടാവുകയില്ല. ഏതെങ്കിലുമൊക്കെ ഒരു നിലക്ക് ആ വിഭാഗത്തിൽ, ആ ഗ്രൂപ്പിൽ, ആ കക്ഷിയിൽ, ആ ജാതീയതയിൽ, ആ വിഭാഗീയതയിൽ ഉൾപ്പെടുക എന്നതിലുപരി അതിന്ന രൂപത്തിൽ തന്നെ അടിസ്ഥാനപരമായി ഞങ്ങളുടെ മൂലഗ്രന്ഥങ്ങൾ അനുസരിച്ച് ഇങ്ങനെ ജീവിക്കണം എന്ന കൃത്യതയോ കണിശതയോ അവർക്കില്ല. എന്നാൽ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അങ്ങനെയല്ല. ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ്യകാലത്തെ നമ്മുടെ മുൻഗാമികൾ സ്വഹാബികൾ ജീവിച്ച ആ മാർഗത്തിൽ തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ദീനുൽ ഇസ്ലാമിൽ വിശ്വാസ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥ വിശ്വാസമില്ലാത്തവൻ, യഥാർത്ഥ വിശ്വാസം പഠിക്കാത്തവൻ, അവൻ യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ അവന് സ്ഥാനമില്ല. അവൻ മുസ്ലിമാണ്, മുസ്ലിം നാമം അവനുണ്ട്, അതല്ലെങ്കിൽ അവൻ്റെ കാക്ക കാരണവന്മാർ, അതല്ലെങ്കിൽ പൂർവ്വപിതാക്കളൊക്കെ മുസ്ലിമീങ്ങളായിരുന്നു, ഇതൊന്നും കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ ഉൾക്കൊള്ളുവാൻ, അതിലായിത്തീരുവാൻ സാധിക്കുകയില്ല. ഓരോ വ്യക്തിയും അവൻ വിശ്വാസ കാര്യങ്ങൾ ശരിയാം വിധം പഠിച്ചു മനസ്സിലാക്കൽ വളരെ അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചത്, എങ്ങനെയാണ് അവിടുത്തെ സ്വഹാബികൾ അള്ളാഹുവിൻ്റെ ദീൻ മനസ്സിലാക്കി വിശ്വസിച്ച് പോകുന്നത്, അവരുടെ വിശ്വാസ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ഹദീസുകൾ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സ്വഹാബികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസം ഇന്ന കാര്യത്തിൽ ഇന്നതാണ് എന്നുള്ളത് സനദോടുകൂടി തന്നെ അഥവാ കൃത്യമായ പരമ്പരയോടുകൂടി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. അവർ ഖളാ ഖദറിന്റെ വിഷയത്തിൽ ഇങ്ങനെയാണ് വിശ്വസിച്ചത്. അവർ പരലോകത്തുള്ള വിചാരണയെക്കുറിച്ചിട്ടുള്ള അവരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു. മീസാനിനെ കുറിച്ചിട്ടുള്ള അവരുടെ വിശ്വാസം ഇങ്ങനെയാണ്. ഖബറിലുള്ള ശിക്ഷയെക്കുറിച്ചിട്ട് സ്വഹാബികൾ വിശ്വസിച്ചത് ഇങ്ങനെയാണ്. മുസ്ലിം ഭരണാധികാരിയോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം, സ്വഹാബികൾ ഇങ്ങനെയാണ് വിശ്വസിച്ചത്. ഇതെല്ലാം വളരെ കൃത്യമായി പരമ്പരയോടുകൂടി തന്നെ അവരുടെ വിശ്വാസം ഇന്നതാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
കാരണം അത് അത്രമേൽ അത്യാവശ്യമുള്ള കാര്യമാണ്. ഓരോരുത്തർക്കും തോന്നിയതുപോലെ പിൽക്കാലത്ത് കാലഘട്ടത്തിനനുസരിച്ച് ഈ വിശ്വാസങ്ങൾ മാറ്റിക്കൂടാ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്. ഫൈൻ ആമനു, അവർ വിശ്വസിച്ചാൽ, ബിമിസ്ലി മാ ആമൻതും ബിഹി, നിങ്ങൾ വിശ്വസിച്ചതുപോലെ. നമ്മൾ ചിന്തിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കുന്ന സമയത്ത് ആരാണ് ആ നിങ്ങൾ? സ്വഹാബികളല്ലാതെ ഭൂമി ലോകത്ത് വിശ്വാസികളായി മറ്റാരുമില്ല. ഇപ്പൊ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ഫഖദ് ഇഹ്തദൂ, അവർ ഹിദായത്തിലായി എല്ലാ വിശ്വാസ കാര്യങ്ങളിലും. വഇൻ തവല്ലൂ, അവർ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. പിൽക്കാലക്കാരായ ആളുകൾ കൊണ്ടുവന്ന നൂതന മാർഗങ്ങളാണ് ഓരോ വിഷയത്തിലും അവർ വിശ്വസിക്കുന്നത് എങ്കിൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ കേവല കക്ഷി മാത്സര്യത്തിൽ മാത്രമാകുന്നു. അവർ ഹിദായത്തിന്റെ മാർഗത്തിലല്ല, അവരുടെ കക്ഷിയിൽ മാത്രമാണ് അവർ ഒതുങ്ങിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഓരോ കാര്യത്തിനെയും വിശ്വാസ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നാട്ടിലെ ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ഒരുപാട് കാലമായിട്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് കാണുന്നത്, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കൈ കഴുകി കളയാൻ പറ്റുകയില്ല. നമ്മളത് പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ കാര്യത്തിലും സ്വഹാബികൾ എങ്ങനെയാണ്, സ്വഹാബികൾ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയായിരുന്നു അത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോൾ അവരെങ്ങനെയാണ് അത് മനസ്സിലാക്കി ചെയ്തത്, ഇത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സഹോദരങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്, ഈ ഗ്രന്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തതാകട്ടെ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പുതുതായി കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, അദ്ദേഹത്തിന് അത് പാടുമില്ല. മറിച്ച് സഹാബികൾ എങ്ങനെയാണോ വിശ്വസിച്ചത് ആ കാര്യങ്ങൾ അദ്ദേഹം ക്രോഡീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഓരോ വിഷയത്തിലെയും സഹാബികളുടെ വിശ്വാസം ഇന്നതാണ് എന്നത് അദ്ദേഹം വളരെ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അത് ക്രോഡീകരിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ്. ശരി, നമുക്ക് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേര് ഉസൂൽ സുന്ന എന്നാണ്. ഉസൂൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം അടിസ്ഥാനങ്ങൾ എന്നാണ്. ആ വാക്കിന്റെ അർത്ഥം അസ്ലുൻ എന്ന് പറയുന്ന വാക്കിന്റെ ബഹുവചനമാണ് അത്, ഉസൂൽ എന്ന് പറയുന്ന വാക്ക്. ഭാഷാപരമായി അസ്ൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്ഫലു ഷൈ, ഒരു കാര്യത്തിന്റെ ഏറ്റവും അടിഭാഗം എന്നാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടേബിൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ടേബിൾ നിലകൊള്ളുന്ന ഭൂമിയുമായി തട്ടി നിൽക്കുന്ന ആ ഭാഗമാണ് ഇതിന്റെ അസ്ല്, ഇതിന്റെ അടിസ്ഥാനം അതാണ്, അതിലാണ് ഇത് നിൽക്കുന്നത്. നാം ഉള്ള ഈ മസ്ജിദിനും അസ്ലുണ്ട്, അതിന്റെ തറയാണത്. ആ തറന്മേലാണ് ഈ മസ്ജിദ് നമ്മൾ കെട്ടി പടുത്തിട്ടുള്ളത്. ഇതേപോലെ എല്ലാ കാര്യത്തിനും, ഒരു മരമാണെങ്കിൽ, വലിയൊരു വടവൃക്ഷമാണെങ്കിൽ അതിന്റെ അസ്ൽ എന്ന് പറയുന്നത് അതിന്റെ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള വേരുകളാണ്. ഇതാണ് അതിന്റെ അസ്ൽ. ഭാഷാപരമായി അതിന്റെ അർത്ഥം ഒരു കാര്യത്തിന്റെ ഏറ്റവും താഴെ ഉള്ളത് എന്നാണ്. കാരണം അതിന്മേലാണ് ബാക്കിയുള്ളത് പടുത്തുയർത്തപ്പെടുക. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ എന്താണ് ഇവിടെ അസ്ൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവർ പറയുന്നു മാ യുബ്ന അലൈഹി ഗൈറു ഔ മാ യതഫറഉ അൻഹു ഗൈറു, അതിന്മേലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടുത്തുയർത്തപ്പെടുക. അതിൽ നിന്നും ഊരിത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങളായിരിക്കും ബാക്കി ഉണ്ടാവുക എന്നാണ്. അപ്പോൾ ഇവിടെ ഉസൂൽ സുന്ന എന്നാണ് പറഞ്ഞത്, സുന്നത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സുന്നത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സുന്നത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണ്? സഹോദരങ്ങളെ, സുന്നത്ത് കൊണ്ടുള്ള വിവക്ഷ നാം പൊതുവെ ഫിഖ്ഹിന്റെ ഭാഷയിൽ പറയുന്ന ചെയ്താൽ പ്രതിഫലമുള്ള, ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതായ ആ ഒരു സുന്നത്തല്ല ഇത്. അത് ഫർളിന് ഒപ്പം പറയുമ്പോഴാണ് ആ സുന്നത്തിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഫർളാണെങ്കിൽ ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്യൽ നിർബന്ധവുമാണ്, ഉപേക്ഷിച്ചാൽ കുറ്റവുമുണ്ട്. എന്നാൽ സുന്നത്താകട്ടെ ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. ആ നിലക്കാണ് അവിടെ ഫർളും സുന്നത്തും അല്ലെങ്കിൽ വാജിബും സുന്നത്തും എന്ന് പറയും. എന്നാൽ ഇവിടെ സുന്നത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിപരീതം ബിദ്അത്താണ്, പുതുതായി ഉണ്ടാക്കിയ നൂതന മാർഗങ്ങളാണ്. അത് ചിലപ്പോൾ വിശ്വാസകാര്യത്തിൽ ഉണ്ടാക്കാം, ചിലപ്പോൾ ആചാരങ്ങളിൽ ഉണ്ടാക്കാം. നാം പലപ്പോഴും ബിദ്അത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് നബിദിനം കഴിക്കുക, റാത്തീബ് കഴിക്കുക, മൗലൂദ് കഴിക്കുക. ശരിയാണ്, ഇതെല്ലാം ബിദ്അത്തുകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ കടുത്ത ബിദ്അത്ത് വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന ബിദ്അത്താണ്. വിശ്വാസത്തിൽ തന്നെ ബിദ്അത്ത് ഉണ്ടാകുക, പുതിയ കർമ്മങ്ങളൊന്നുമല്ല. അവന്റെ ഹൃദയം കൊണ്ട് അവൻ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി വെച്ച് വിശ്വസിക്കുന്നത് ചില പുതിയ വിശ്വാസങ്ങളാണ്, സ്വഹാബികൾ മനസ്സിലാക്കാത്തതായ വിശ്വാസങ്ങൾ. അതുകൊണ്ട് സ്വഹാബികൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള
വിശ്വാസ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, പരമപ്രധാനമായ ആ വിശ്വാസ കാര്യങ്ങളിൽ നാം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഉസൂൽ സുന്ന എന്നറിയിക്കുന്നത്. അത് സഹാബികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ വിശ്വസിച്ച ആ വിശ്വാസത്തിന്റെ അടിത്തറകൾ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ രചിച്ചത് കാണാൻ സാധിക്കും. ഓരോ വ്യതിയാന കക്ഷികൾ ഭൂമിയിൽ ഉടലെടുക്കുന്ന സമയത്തും അവർ ആ വ്യതിയാന കക്ഷികൾ വ്യതിയാനത്തിൽ തന്നെയാണ്, ഇത് നൂതനമായി ഉണ്ടാക്കിയതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ അങ്ങനെ സുന്നത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നോക്കൂ, എന്താണ് ഉസൂലു സുന്ന? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസൂലു അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്നാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളും എല്ലാം ഉൾപ്പെടുന്ന അവിടുന്ന് കാണിച്ചു തന്ന ശരിയക്കാണ് സുന്നത്ത് എന്ന് പറയും. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അടങ്ങുന്ന ആ സംഘം നിലകൊണ്ട മാർഗമാണ്. അതാണ് ഉസൂൽ സുന്നത്തി വൽ ജമാഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അത് ദീനുൽ ഇസ്ലാമിലുള്ള എന്തോ ഒരു പ്രത്യേക കക്ഷിയാണ്, ഒരു പ്രത്യേക ഗ്രൂപ്പിനാണ് അങ്ങനെ പറയുന്നത് എന്നാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ സലഫികൾ എന്ന് പറഞ്ഞാൽ അത് അതിൽ നിന്നും ഉണ്ടായിട്ടുള്ള എന്തോ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നതോ സലഫികൾ എന്ന് പറയുന്നതോ അതൊരു പുതിയ ഗ്രൂപ്പല്ല. മറിച്ച് മഹാനായ അൽ ഇമാം അൽ ബർബഹാരി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഇൽമു അന്നൽ ഇസ്ലാമു ഹുവ സുന്ന വ അന്ന സുന്നത ഹിയൽ ഇസ്ലാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം അത് തന്നെയാണ് സുന്നത്ത്. നിങ്ങൾ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുക അഹ്ലുൽ ഇസ്ലാമാണ്, നിങ്ങൾ യഥാർത്ഥ ഇസ്ലാം എന്നാണ് അതിന്റെ ഉദ്ദേശം. അതേപോലെ സുന്നത്ത് എന്ന് പറഞ്ഞത് ഇസ്ലാം തന്നെയാണ്, പുതിയൊരു കാര്യമല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം, അതതിന്റെ അർത്ഥമുള്ളൂ, പുതിയ ഒന്നില്ല. അതിലേക്ക് ചേരാതെ അതിന്റെ പുറത്തു നിന്നുകൊണ്ട് പുതിയ പല വിശ്വാസത്തിന് ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നില്ല. ഓരോരുത്തർക്കും തോന്നും ഞാൻ ഷിയയാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാം, ഞാൻ ഇന്ന അഹമ്മദിയാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വിശ്വസിക്കാം, ഞാൻ ഖാദിയാനിയാണ് അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കാം, ഞാൻ വേറെ ചില ആളുകളുടെ ആശയമാണ് അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കാം. നിങ്ങൾ അഹ്ലുസുന്നത്താണ്, എന്നാൽ നിങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചോളൂ. അതല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ പുതുതായി ഉണ്ടാക്കിയ ഒരു കാര്യമേ അല്ല. ആദ്യ നൂറ്റാണ്ടിൽ എങ്ങനെയാണോ ഇസ്ലാം ഉണ്ടായിരുന്നത് ആ ഇസ്ലാമിലേക്ക് നമ്മൾ മടങ്ങുക എന്നത് മാത്രമേ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ മടങ്ങണം, അതല്ലെങ്കിൽ ആ വിശ്വാസം ആചരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ആർക്കാണ് പരാതി ഉണ്ടാകേണ്ടത്? ഒരാൾ സലഫിന്റെ വിശ്വാസം സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് അതിൽ പരാതി പറയാൻ സാധിക്കുക? കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹിന്റെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്, സ്വഹാബികളുടെ വിശ്വാസം നിങ്ങൾ സ്വീകരിക്കണം എന്നാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിൽ വന്ന ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു പണ്ഡിതൻ കണ്ടെത്തിയിട്ടുള്ള ഒരു ആചാര വിശ്വാസ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം സഹോദരങ്ങളെ, നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം അതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഒരാൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിനോട് രണ്ടാലൊരു നിലപാട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നവൻ അത് വിശ്വസിച്ച് അതനുസരിച്ച് ആ മാർഗത്തിൽ സഞ്ചരിക്കുക എന്നാണ്. അതല്ലെങ്കിൽ അത് വിശ്വസിക്കാതെ പുതുതായി ഉണ്ടാക്കപ്പെട്ട മാർഗങ്ങളിലേക്ക് അവൻ പോകാം. ഇതല്ലാത്ത മൂന്നാമതൊരു മാർഗം അവനില്ല. ഒന്നുകിൽ ഈ സുന്നത്തിന്റെ മാർഗത്തിൽ വിശ്വസിച്ച് അതിൽ നിലകൊണ്ടു പോകാം. ഇനി ആ സുന്നത്തിന്റെ മാർഗത്തിൽ അവൻ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അവൻ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവൻ പുതുതായി ഉണ്ടാക്കി ബിദ്അത്തിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ്. ഈ പുതിയ മാർഗങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് ബിദ്അത്തിന്റെ നേതാക്കൾ നമുക്ക് പല കാലഘട്ടങ്ങളിലും കാണാൻ സാധിക്കും. എന്നാൽ അവർ അങ്ങനെ പുതിയ രീതിയിൽ വിശ്വാസ കാര്യങ്ങളിൽ ബിദ്അത്തുകൾ കലർത്തിക്കൂട്ടിയപ്പോൾ അതിന് യഥാർത്ഥ രൂപത്തിൽ അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ കാലഘട്ടങ്ങളിലും മുജദ്ദിദുകൾ, പരിഷ്കർത്താക്കൾ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹം അത്തരക്കാരിൽ ഒരാളാണ്. അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യം നമുക്കൊരാളോട് വെല്ലുവിളിച്ചിട്ടോ അതല്ലെങ്കിൽ ബഹുമാനപൂർവ്വം ചോദിക്കുക. നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യെ പല നിലക്ക് വിമർശിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം സ്വഹാബികൾക്കില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ പുതിയതായ വല്ലതും കണ്ടെത്തലുകൾ അദ്ദേഹത്തിന്റെ ഫത്വകളിലോ അദ്ദേഹത്തിന്റെ ഗ്രന്ഥരചനകളിലോ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടോ? അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നു. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ എങ്ങനെയാണ് വിശ്വസിച്ച് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്.
അതിലേതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഒരു വരി ഇത് സഹാബികൾക്ക് പരിചയമില്ലാത്ത 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാര്യമാണ് എന്ന് ആർക്കെങ്കിലും കണ്ടെത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇതിൽ നിന്നും തെറ്റായി ജനങ്ങൾ സഞ്ചരിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങളെ യഥാർത്ഥ മാർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിഷ്കർത്താക്കളായിട്ടുണ്ടായിട്ടുള്ള ആളുകളാണവർ. അവരെ ആകട്ടെ ഇത്തരം ബിദ്അത്തുകൾ കൊണ്ടുവന്ന ആളുകൾക്ക് എപ്പോഴും വെറുപ്പുമാണ്. പിന്നീട് നോക്കൂ, സമീപകാലത്ത് 200 വർഷങ്ങൾക്ക് മുമ്പ് നജ്ദിൽ ഉണ്ടായിട്ടുള്ള മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരു പരിഷ്കർത്താവായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം സമൂഹം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു എന്നല്ല, നേരെ വിരുദ്ധമായി തൗഹീദിനു പകരം ശിർക്കിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ, ദർഗകൾ ഉയർന്നപ്പോൾ, ആളുകൾ അള്ളാഹുവിനോട് തേടേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥനയും സഹായതട്ടങ്ങളും തേടിയപ്പോൾ, മക്കയിലെ മുശ്രിക്കുകളെക്കാളും അധപ്പതിച്ച അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ യഥാർത്ഥ സ്വഹാബികൾ കൊണ്ടുവന്ന വിശ്വാസം അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. കിതാബു തൗഹീദ് പോലത്തെ, അൽ ഉസൂൽ സലാസ പോലത്തെ, അൽ ഖവായിദുൽ അർബഅ പോലത്തെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ പരിശോധിക്കുക. ഇതിൽ അദ്ദേഹം പറയുന്ന ഏതെങ്കിലുമൊക്കെ വാചകങ്ങൾ അത് സ്വഹാബികൾക്കില്ലാത്ത പുതിയൊരു കണ്ടുപിടുത്തമാണെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എങ്കിൽ അവരതാണ് പറയേണ്ടത്. ഇങ്ങനെ പൊത്തത്തിൽ പുകമറയുണ്ടാക്കുന്ന ഓരോ ഭിന്നതകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളല്ല അവർ സംസാരിക്കേണ്ടത്. മറിച്ച് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ട് അവർ പറയണം. എങ്ങനെയാണ് അവർക്കത് കൊണ്ടുവരാൻ സാധിക്കുക? കാരണം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് കിതാബ് തൗഹീദ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ മുഴുവൻ ഖുർആൻ ആയത്തുകളും ഹദീസുകളും മുൻഗാമികളുടെ അസറുകളും മാത്രമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാകട്ടെ ഒരു 10% ഉണ്ടാവുകയില്ല. ആ നിലക്കാണ് അദ്ദേഹം ആ ഗ്രന്ഥത്തെ രചിച്ചിട്ടുള്ളത്. അഥവാ ഈ വിശ്വാസം, ഖുർആനിലുള്ള കാര്യം, അതിനൊരു തലക്കെട്ട് നൽകുക എന്ന ഒരു ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും ആളുകൾ തെറ്റിപ്പോയപ്പോൾ യഥാർത്ഥത്തിൽ ഖുർആനിൽ ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ വിശ്വാസം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഇസ്തിഗാസ നടത്തേണ്ടത്, അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥന അള്ളാഹുവിനോടെ പറ്റുകയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ അടങ്ങുന്ന ആയത്തുകൾ അദ്ദേഹം അതിൻ്റെ തലക്കെട്ടുകളിൽ കൊണ്ടുവന്നു എന്നല്ലാതെ അദ്ദേഹം പുതുതായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം മനസ്സിലായാൽ അതിൽ പ്രവേശിക്കുക, അതനുസരിച്ച് പോവുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അതൊരാൾ അതിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും അവനെതിരായ ബിദ്അത്തിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്ത ബിദ്അത്തിന്റെ വഴിയിലേക്കാണ് അവൻ പ്രവേശിക്കുക. കാരണം മുമ്പ് നമ്മളൊരു ഹദീസ് അർബഊൻ നവവിയിൽ തന്നെ നമ്മൾ കേട്ടൊരു ഹദീസുണ്ട്. സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു കൊണ്ട് വളരെ ഒരു ഒരു യുദ്ധത്തിന്റെ സൈന്യത്തിന്റെ തലവനെ പോലെ അവൻ അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെ വളരെ ശക്തമായ ഭാഷയിൽ സംസാരിച്ച ഒരു സംസാരത്തെക്കുറിച്ച് സ്വഹാബികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ സംസാരം അത് ഉച്ചത്തിലായിരുന്നു. സ്വഹാബികൾ പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം നടുങ്ങിപ്പോയി, നമ്മുടെ കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകിപ്പോയി. അവിടുന്ന് സംസാരം കേട്ടപ്പോൾ വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ സംസാരം പോലെയാണ് നമുക്ക് തോന്നി. നമ്മൾ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശങ്ങൾ ചോദിച്ചു. ഞങ്ങൾക്ക് നസീഹത്ത് വേണം, നമുക്ക് ഉപദേശം വേണം, വസിയത്ത് പറയണമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു മൻ യജിദ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. സ്വഹാബികളെ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ, എനിക്ക് ശേഷം ആരൊക്കെയാണ് നിങ്ങളിൽ ജീവിക്കുന്നത്? ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നതകളൊക്കെ ഇനി കാണും. ഇപ്പം നമ്മളൊക്കെ ഒരുമിച്ചിട്ടാണ് മസ്ജിദുൻ നബവിയിൽ ആളുകളൊക്കെ ഒരുമിച്ചിട്ട് നിസ്കരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ സ്വഹാബികളുണ്ട്. ആ സ്വഹാബികളിൽ തന്നെ വലിയവരും മുതിർന്നവരും പ്രായം കുറഞ്ഞവരും ഒക്കെ ഉണ്ട്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. എല്ലാവർക്കും ഒരൊറ്റ വിശ്വാസം മാത്രമേ ഉള്ളൂ. പരസ്പരം തർക്കമില്ല. മുസ്ലിമീങ്ങൾക്ക് പരസ്പരം തർക്കമില്ല. മസ്ജിദുൻ നബവിയിൽ കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങൾ, അന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള മുസ്ലിമീങ്ങൾ ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മരണശേഷം ഇങ്ങനെ ആയിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഭയപ്പെട്ടിട്ടുള്ള കാര്യം അതാണ്. അവർ നേരെ വ്യാകുലപ്പെട്ടിട്ടുള്ള കാര്യം ഇതാണ്, എന്നെ ശേഷം ഇങ്ങനെ ആയിരിക്കുകയില്ല. ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സ്വഹാബികളോട് തന്നെ പറയാം, ഫസയറ ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ജീവിച്ചോളൂ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതൊന്നും അങ്ങനെ വലിയ ഗൗരവം ഉണ്ടാക്കേണ്ട കാര്യമാണോ? അതൊന്നും അങ്ങനെ വലിയ ഗൗരവത്തിൽ കാണേണ്ട കാര്യമില്ല. അതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചോളൂ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹാബികൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ പോട്ടെ,
ആ അഭിപ്രായ വ്യത്യാസവുമായി വരുന്നവർ അവർ വിശ്വസിച്ചതുപോലെ അവർ പോകട്ടെ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കലും ഗുണകാംക്ഷയുള്ള ഒരാൾ അങ്ങനെ പറയുകയില്ല. കാരണം യഥാർത്ഥ വഴി ഒന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, നിങ്ങൾ എൻ്റെ ചര്യ പിൻപറ്റണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സച്ചരിതരായ സന്മാർഗികളായ എൻ്റെ ഖുലഫാക്കൾ. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലഫാക്കൾ? ഒരു തർക്കത്തിനും ഇടയില്ലാത്ത കാര്യമാണ് 4 ഖലീഫമാരുടെ പേരുകൾ. അവർക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റ് അയിമ്മത്തുകൾ ഈ മാർഗം പിൻപറ്റണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ മാർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യത്യസ്ത ഗ്രൂപ്പുകൾ, കക്ഷികളൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊരൊറ്റ വിഷയമുള്ളൂ: സ്വഹാബികൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. അതല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ നേതാവ് എന്താണ് തീരുമാനം, നമ്മുടെ ജമിയത്ത് എന്താണ് തീരുമാനിക്കുന്നത്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. മറിച്ച് അഹ്ലുസ് സുന്നത്തിന്റെ വിശ്വാസം എന്താണ് ഈ വിഷയത്തിൽ. ചില ആളുകൾക്ക് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖബറിൽ ശിക്ഷ അത് ശരിക്കുള്ളതാണോ അതല്ല സാങ്കല്പികമാണോ? ചില ആളുകൾ പറഞ്ഞത് ശരിക്കുള്ളതല്ല, സാങ്കല്പികം മാത്രമാണ്, അങ്ങനെ വിചാരണക്ക് മുമ്പ് ശിക്ഷയൊന്നും ഉണ്ടാവുകയില്ല എന്ന് ചിലരുടെ ബുദ്ധി കൊണ്ട് തീരുമാനിച്ചു പറയാൻ. എന്നാൽ ഇപ്പുറത്തിതാ ഒരുപാട് മുത്തവാത്തിറുകളായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള സഹീഹായ ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഖുർആനിന്റെ ആയത്തുകൾ തന്നെ തെളിവായിട്ടുണ്ട്. സ്വഹാബികളുടെ അഖ്വാലുകൾ ആ വിഷയത്തിലുണ്ട്. അങ്ങനെയാണ് ഒരു വിഷയത്തിന്റെ അഭിപ്രായ വ്യത്യാസത്തിലുള്ള തീരുമാനം നമ്മൾ എടുക്കേണ്ടത്. ഏത് വിഷയത്തിലും സഹോദരങ്ങളെ ആ നിലക്ക് വിശ്വസിക്കാൻ, ആ നിലക്ക് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതല്ലാത്ത വിശ്വാസങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് തെറ്റായ വിശ്വാസമാണ്. ഗ്രന്ഥം വായിച്ചു തുടങ്ങാം. ഈ ഗ്രന്ഥം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം, മുൻഗാമികൾ അവരുടെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ കൊടുക്കുമ്പോൾ സനദോടു കൂടിയാണ് അവർ കൊടുക്കാറുള്ളത്. ആ സനദ് ഞാൻ വായിക്കുന്നില്ല. സനദോടുകൂടി ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മജ്ലിസിൽ നിന്നും കേട്ട വ്യക്തി, ആ കേട്ട വ്യക്തിയിൽ നിന്നും അടുത്തയാൾ ചിലപ്പോൾ എഴുതിയെടുത്തതായിരിക്കും. അദ്ദേഹം അങ്ങനെ പറയും, ഇന്നയാളുടെ ഞാൻ എഴുതിയെടുത്തതാണ്. അദ്ദേഹം മറ്റൊരാളിൽ നിന്നും ഹിഫ്ലാക്കിയതായിരിക്കും. അദ്ദേഹം അത് പറയും, എന്നോട് ഇന്നയാൾ അറിയിച്ചിട്ടുണ്ട്, ഇന്നയാളിൽ നിന്ന് വായിച്ചു കേട്ടിട്ടുണ്ട്. ആ നിലക്കുള്ള പരമ്പര നമുക്കിത് കാണാൻ സാധിക്കും. ആ പരമ്പര അത് സഹീഹായ പരമ്പരയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ അവസാനമായി നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. അബു ജഅഫർ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ മിൻഖരി അൽ ബസ്രി ബിത്തിന്നീസ്, അദ്ദേഹം പറയാണ്, ഖാല സമിഅ്തു അബ അബ്ദില്ലാ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹം പറയാണ് സമിഅ്തു അബ അബ്ദില്ലാ, ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ കുനിയത്താണ്. അഹ്മദ് ബിൻ ഹംബൽ, അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ യഖൂൽ, ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസൂലു സുന്നത്തി ഇൻദനാ, ഞങ്ങളുടെ അടുക്കൽ സുന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം എന്ന് പറഞ്ഞ് അദ്ദേഹം ആരംഭിക്കുകയാണ്. വളരെ ചെറിയൊരു റിസാലയാണ്, ഏതാനും ചെറിയ പേജുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് ഉസൂലു സുന്നത്തി ഇൻദനാ, നമ്മുടെ അടുക്കൽ സുന്നത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറുകെ പിടിക്കാൻ പറഞ്ഞ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം അത് എന്താണ് എന്ന് പറഞ്ഞ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയാൻ. ഒന്നാമത്തെ അസ്ലായിട്ട് അദ്ദേഹം പറയുന്നത് ഇതിന്റെ അസ്ലുൽ ഉസൂലായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനങ്ങളിൽ അടിസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്താണത്? അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഏതൊരു മാർഗത്തിലാണോ ഉണ്ടായിരുന്നത് ആ മാർഗത്തെ മുറുകെ പിടിക്കുക, അത്തമസ്സുക്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അസ്ലുൽ ഉസൂലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അൽ അസ്ലുൽ ആം, പൊതുവായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് കാര്യം അതാണ്. സഹോദരങ്ങളെ, ആ സ്വഹാബികളുടെ മാർഗം പിൻപറ്റേണ്ടത് നിർബന്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിൽക്കാലക്കാരായ ആളുകളെ നമ്മൾ അളക്കുന്നത് ആ സ്വഹാബികളെ വെച്ചുകൊണ്ടാണ്. സ്വഹാബികളുടെ മാർഗത്തിലാണെങ്കിൽ നമ്മൾ പറയും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ് അവൻ. സ്വഹാബികളുടെ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ പറയും അവൻ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളാണ്, ബിദ്അത്തിന്റെ ആളുകളാണ്. ഇതാണ് മാനദണ്ഡം. അതല്ലാതെ തോന്നിയതുപോലെ ഓരോരുത്തർക്കും നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന് പറയാൻ അനുവദനീയമല്ല. അങ്ങനെ പറയുന്നവരോട് തെളിവ് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇവരെ പുത്തൻവാദികൾ എന്ന് പറഞ്ഞത്? എന്ത് പുത്തൻവാദമാണ് ഇവർ പറഞ്ഞത്? ഇവിടെ ചില ആളുകളൊക്കെ പറയും ഇവർ പുത്തൻവാദികളാണ്, വഹാബികളാണ്, പുതിയ ദീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, നജ്ദുൽ വഹാബ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ഉണ്ടാകും. ശരി, അവരോട് ചോദിക്കാം, ഏത് വിഷയത്തിലാണ് പുതുതായിട്ട് നമ്മൾ ഒരു കാര്യം കൊണ്ടുവന്നത്? നിങ്ങളൊന്ന് പറയും. ഖബർ കെട്ടി പൊക്കിയ വിഷയമാണോ നിങ്ങളുടെ പ്രശ്നം? ഖബർ കെട്ടി പൊക്കിയ വിഷയമാണോ പ്രശ്നം? അത് പൊക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ പുത്തൻവാദം? അതല്ല ഖബർ കെട്ടിയതാണോ പുത്തൻവാദം? നിങ്ങൾ പറയും. നമുക്ക് വളരെ കൃത്യമായി
ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ, സ്വഹാബികളുടെ ഖുവാലുകളിലൂടെ ഈ വിഷയത്തിൽ തീർപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതല്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. നമ്മൾ പണ്ട് അങ്ങനെ കണ്ടത്, നമ്മൾ വർഷങ്ങളായിട്ട് നടത്തി വരുന്നതാണ്, നമ്മൾ വർഷങ്ങളായിട്ട് ഇതാണ് ചെയ്യുന്നത്, ഇതിൽ ന്യായമല്ല. ന്യായം നിങ്ങൾ ഈ പറയുന്ന കാര്യം, അത് നിങ്ങൾ പറയുന്നത്, നമ്മൾ പറയുന്നത് പുത്തൻ ആചാരമെന്നാണ് എങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത് ആദ്യമേ ഉണ്ടായിരുന്നതാണ്. ആദ്യമേ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നൂറ്റാണ്ടിലേക്ക് ചേർത്തിക്കൊണ്ടത് കാര്യമില്ല. നിങ്ങൾ ചേർത്തിപ്പോയി നിങ്ങൾ 3-ാം നൂറ്റാണ്ടിലെത്തിയിട്ടും കാര്യമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിൻ്റെയും അടുക്കലേക്ക് എത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും അടുക്കൽ എത്തേണ്ടതുണ്ട്. അതല്ല എങ്കിൽ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തിന്റെ ആളുകളുണ്ട്. സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തിന്റെ ആളുകളുണ്ട്. ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ എത്തിയത് കൊണ്ട് കാര്യമില്ല. സ്വഹാബികളോടൊപ്പം ഉണ്ടായിരുന്ന സ്വഹാബികളിൽപ്പെട്ട ഒരാളും ബിദ്അത്തിന്റെ ആളുകളില്ല. സ്വഹാബികളെ കണ്ട ആളുകളിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ഉണ്ടായിരുന്നു. 10 വരെയൊക്കെ ചിലപ്പോൾ സനത് കിട്ടും. അല്ല, ഇന്നത്തെ ഒരു ഖവാരിജിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കാലഘട്ടത്തിലൊക്കെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ദാഇഷിനെ പോലെയുള്ള, ISIS പോലെയുള്ള, ജബ്ഹത്തുൻ നുസ്ര തുടങ്ങിയ ഒരുപാട് ഇറാഖിലും സിറിയയിലും ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ തിങ്ങിക്കൂടിയ പ്രദേശങ്ങളിലെല്ലാം അവർക്ക് നാശഹേതുവായി തീർന്നിട്ടുള്ള ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഖവാരിജുകൾ മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ, അവരെ കാഫിറാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പോരാട്ടത്തിനിറങ്ങി അവരുടെ രക്തത്തെ ഹലാലാക്കി കണ്ടുകൊണ്ട്, ആ ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്ത മുസ്ലിമീങ്ങളുടെ രക്തമെല്ലാം ഹലാലാക്കിക്കൊണ്ട് അവരെല്ലാം നിഷ്ഠൂരം കൊലപ്പെടുത്തുന്ന ഈ ആളുകൾ, അവർക്കും പിന്നോട്ട് പോയാൽ അവർക്ക് ഖവാരിജികളുടെ അടുത്തെത്താൻ പറ്റും. സ്വഹാബികളെ കൊന്ന ഖവാരിജികളുടെ മനഹജിലേക്ക് അവർക്ക് അത്രയും സനതൊക്കെ പോകും. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ചിലപ്പോൾ ചില ആളുകളോടൊക്കെ നമ്മൾ ഈ ഉറൂസ് ബിദഅത്താന്ന് പറഞ്ഞാൽ, ഉറൂസ് നമ്മൾ നടത്തുന്നത് 400-ാം ആണ്ടെന്നാണ് കോഴിക്കോടൊക്കെ ഉള്ള ചില ഉറൂസിന്റെ ഒക്കെ പേര്. 400-ാം 400 ഇത്ര എന്ത് കാര്യം? നിങ്ങൾ 400 കൊല്ലം ഉണ്ടായതുകൊണ്ട് കാര്യം. അവർ കണക്കാക്കുന്നത് നിങ്ങളുടെ ഇവിടുത്തെ നാട്ടിലത്തെ വഹാബി പ്രസ്ഥാനമൊക്കെ വന്നത് 100 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ, ഇത് 400-ാം കൊല്ലം, അപ്പൊ നമ്മളാണ് പഴയതെന്നാണ്. യാതൊരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അതിൽ. ഈ പറയുന്ന സനത് നിങ്ങൾക്ക് സ്വഹാബികളിലേക്ക് എത്തിക്കാൻ പറ്റിയാലല്ലാതെ യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിൽക്കാലക്കാരെ അളക്കുന്നത്, പിൽക്കാലക്കാർക്കുള്ള അളവുകോൽ സ്വഹാബികളാണ്. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് കറക്റ്റായി. സ്വഹാബികൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതൊരിക്കലും തന്നെ ശരിയാവുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ശരി, സ്വഹാബികളെ പിൻപറ്റണം എന്നുള്ളതിന് എന്താണ് തെളിവ്? അല്ല, അതിൽ തന്നെ ഒരു തർക്ക വിഷയം ഉണ്ടാകും. ചില ആളുകളോട് മൻഹജു സലഫ്, സലഫിന്റെ മാർഗം, സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ അതൊരു പുത്തൻ മാർഗമാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്വഹാബികളെ പിൻപറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഖുർആൻ സുന്നത്ത് ഇതേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഖുർആൻ സുന്നത്ത് അനുസരിച്ച് പോകുക എന്നല്ലാതെ അങ്ങനെ ഒരു സ്വഹാബികളുടെ പിൻപറ്റുക അതാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചിലർ പരിഹാസത്തോടു കൂടി, ഇത് ഇങ്ങനെ വിദേശത്ത് നിന്ന് ഇറക്കിയ, ഗൾഫിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, ഗൾഫ് സലഫിസാണ്, ഇത് നമ്മൾ പണ്ടേ പഠിച്ചത് ഖുർആനും സുന്നത്ത് മാത്രമാണ്, അങ്ങനെ സ്വഹാബികളുടെ വിശ്വാസമൊന്നും നോക്കേണ്ടതില്ല, അതൊക്കെ പിന്നീടുണ്ടായതാണ് എന്ന് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് ഒരാൾ പറയുന്നതായിരിക്കാം. എങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത്, സ്വഹാബികളെ പിൻപറ്റുക എന്നുള്ളതിന് അനവധി തെളിവുകൾ നമുക്ക് പറയാൻ പറ്റും. മുൻഗാമികളുടെ വാക്കുദ്ധരിക്കാൻ പറ്റും. മഹാനായ ഇബ്നു ഖുദാമ റഹിമഹുല്ല, അദ്ദേഹം ഹിജ്റ 620 വഫാത്തായ ആളാണ്. 500-600കളിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് കാണാം, സബത വുജൂബു ഇത്തിബാഇ സലഫി ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാ. സലഫുകളെ പിൻപറ്റൽ വാജിബാണ്, നിർബന്ധമാണ്. സ്വഹാബികളെ പിൻപറ്റൽ, മൻഹജു സലഫ് പിൻപറ്റൽ വാജിബാണെന്നുള്ളതിന് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഇജ്മാ കൊണ്ടും മുൻഗാമികളുടെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണെന്നുള്ളതിൽ സംശയമില്ല എന്ന് അദ്ദേഹം പറയാം. എങ്കിൽ ശരി, അദ്ദേഹം പറഞ്ഞ ഖുർആനിലുള്ള സുന്നത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ നിന്നും ചിലത് മാത്രം സഹോദരങ്ങളെ നമുക്ക് വായിക്കാവുന്നതാണ്. 2-3 തെളിവുകൾ കൊണ്ട് അത് ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായി സ്വഹാബികളെ പിൻപറ്റേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ഒരുപാട് തെളിവുകൾ നമുക്ക് ഉദ്ധരിക്കേണ്ടതില്ല. നമ്മൾ ഏതൊരു വിഷയത്തിൽ അങ്ങനെയാണ്, നമുക്കൊരു കാര്യം സത്യമാണെന്നുള്ളതിന് ഒരു തെളിവ് കിട്ടിയാൽ നമ്മൾ സ്വീകരിക്കാൻ സാധിക്കണം. എനിക്കത് അതുപോലെ ഇനിയും തെളിവ് വേണം, അതിൻ്റെ ആവശ്യമില്ല. ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സാഹിബുൽ ഹക്കിനെ സംബന്ധിച്ചിടത്തോളം, സത്യത്തിനെ തേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തെളിവ് മതി, ഒരു തെളിവ് മതി, ഒരു വിഷയത്തിൽ ഒരു തെളിവ് മതി. ഞാൻ അത് കേട്ടിട്ട് തൃപ്തി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ശരിയായ നിലപാടല്ല. ഖുർആനിൽ നിന്ന് വളരെ വ്യക്തമായി ഒരു വ്യാഖ്യാനത്തിനും ഇടയില്ലാത്ത രൂപത്തിൽ, ഒരു ദുർവ്യാഖ്യാനവും നടത്താതെ വളരെ കൃത്യമായി അതിൻ്റെ വ്യാഖ്യാനം ഒരാൾ പറഞ്ഞ് വളരെ വ്യക്തമായ ഒരു ആയത്ത് ഒരാൾക്ക് പറഞ്ഞു തന്നാൽ അത് സ്വീകരിക്കാനാണ് തയ്യാറാകണം. നോക്കൂ സഹോദരങ്ങളെ, 1-ാമത്തെ ആയത്ത് സൂറത്തു നിസായിൽ 115-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി സ്വഹാബികളെ പിൻപറ്റേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, അല്ലാതെ പിൽക്കാലത്ത് ആരെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞതല്ല.
ഗൾഫിൽ നിന്നും ആരെങ്കിലുമൊക്കെ കൂടിയിരുന്ന് ഷൂറ ചെയ്ത് തീരുമാനിച്ചതല്ല. അല്ലാഹു തആലയുടെ വാക്ക്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിക്കാനുള്ള, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള മാർഗം പറഞ്ഞു തരികയാണ്. വമൻ യുശാഖിഖിർ റസൂൽ, ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനോട് എതിരായി നിൽക്കുകയാണ്, അഥവാ അവൻ ഒരു നിലക്കാണ്, അവൻ റസൂലുള്ള മറ്റേ അപ്പുറത്താണ്, രണ്ട് ഭാഗങ്ങളായി മാറിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ അവനില്ല, അത് സ്വീകരിക്കുകയില്ല, എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുകയില്ല. ഞാൻ ഇന്ന എൻ്റെ ഷെയ്ഖിൻ്റെ കൂടെയാണ്, എൻ്റെ ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞു ജമാഅത്ത് നിസ്കരിക്കേണ്ടതില്ല, എൻ്റെ ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് പറഞ്ഞു ജുമുഅക്ക് പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 5 നേരത്തെ നിർബന്ധ നിസ്കാരം അത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ജമാഅത്തായി നിസ്കരിക്കേണ്ടതുണ്ട്, മസ്ജിദിലേക്ക് വരേണ്ടതുണ്ട്, മുസ്ലിമീങ്ങളാണോ അവരുടെ പിന്നിൽ അണിനിരന്ന് നിസ്കരിക്കേണ്ടതുണ്ട്, എതിരായി പോകാൻ പാടില്ല. വളരെ കൃത്യമായി പറയുന്നു. അപ്പോൾ ഒരാൾ പറയുന്നില്ല, ഞാനത് സ്വീകരിക്കുകയില്ല. വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം വ്യക്തമായതിനു ശേഷം. ചില ആളുകൾക്ക് ചിലപ്പോൾ ചില വിഷയത്തിൽ തെളിവില്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ പല വിഷയങ്ങൾക്കും എതിരായിട്ടുണ്ടാകാം. പക്ഷെ തെളിവ് ബോധ്യപ്പെട്ടാൽ അവർ അതിലേക്ക് മടങ്ങുന്നവരാണ്, അവർ ഖൈറുള്ളവരാണ്. തെളിവ് എപ്പോഴാണോ ബോധ്യപ്പെട്ടത് അപ്പോൾ പിന്നീട് അവർ നേരത്തെ മനസ്സിലാക്കിയത് എന്ന ന്യായങ്ങളൊന്നുമില്ല. വയത്തബി, അവർ ഉടനെ തന്നെ പിൻപറ്റുന്ന ആളുകളായിരിക്കും. മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, എന്നാൽ ഈ ആളുകൾ അവർ റസൂലിന് അപ്പോഴും എതിരായി നിൽക്കുകയാണ്, തെളിവ് ബോധ്യപ്പെട്ടിട്ടും അപ്പോഴും എതിരായി നിൽക്കുകയാണ്. തീർന്നില്ല. ഒരാൾ പിഴവിലാണെന്ന് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇത് തന്നെ മതിയായതാണ്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്തു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരായി എന്നതോടൊപ്പം തന്നെ ചേർത്തി പറയുന്നത് വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, വിശ്വാസികളുടേതല്ലാത്ത മാർഗം അവൻ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പ്രത്യേകം പറയാം. രണ്ടും പ്രത്യേകം പറയും, രണ്ടും അത്യാവശ്യമുള്ള കാര്യം എന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത്, സൂറത്തു നിസായിൽ ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ആരാണ് മുഅ്മിനീങ്ങളായിട്ട് ഭൂലോകത്തുള്ളത്? ഭൂമി ലോകത്ത് മുഅ്മിനീങ്ങളായിട്ട് ആരാണുള്ളത്? ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വഹാബികളല്ലാതെ മറ്റാരാണുള്ളത്? അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ആദ്യമായി വിശ്വസിച്ച ആ മുഅ്മിനീങ്ങൾ ആരാണ്? സ്വഹാബികളല്ലാതെ മറ്റാരുമില്ല. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് വയത്തബി ഗൈറ സബീലിസ് സ്വഹാബ എന്നതാണ് അതിന്റെ അർത്ഥം എന്നത് തർക്കമില്ല, സംശയമില്ല. സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ സ്വഹാബികളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയാലോ നുവല്ലിഹി മാ തവല്ല, ആ പിൻപറ്റാതെ തെറ്റിപ്പോയൊരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലേക്ക് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തിരിച്ചുവിടുന്ന, അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാതെ അവൻ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. സ്വഹാബികളുടെ മാർഗം വേണ്ട എന്ന് തീരുമാനിച്ച് സത്യമൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം വേറൊരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞെടുത്തേക്ക് അള്ളാഹു തആല തിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇനിയോ നിസ്സാരമായ ഒരു കാര്യമാണോ? റബ്ബ് സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നു, വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, അത്തരത്തിലുള്ള വ്യതിയാന കക്ഷികളുടെ പര്യവസാനം അവനെ അല്ലാഹു തആല നരകത്തിലിട്ട് കരിക്കുമെന്നാണ് പറഞ്ഞത്. വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ, സ്വഹാബികളുടെ മാർഗം പിൻപറ്റാതെ നരകത്തിൽ പോകേണ്ടി വരുന്ന ഈ ആളുകളുടെ സങ്കേതം എത്ര മോശമാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ സഹോദരങ്ങൾ, എത്ര കൃത്യമായിട്ടാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്. നിങ്ങൾ റസൂലിന്റെ മാർഗത്തിനോടൊപ്പമാകണം, സ്വഹാബികളുടെ മാർഗത്തിനോടൊപ്പമാകണം. അതാണ് ഹിദായത്തിന്റെ മാർഗം. അതല്ലാത്ത മാർഗം നിങ്ങൾ പിൻപറ്റിയാൽ, റസൂലിനോട് എതിരായിക്കൊണ്ട് സ്വഹാബികളുടേതല്ലാത്ത മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകമാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ പിന്നെ എന്ത് ന്യായം പറഞ്ഞിട്ടാണ് നമുക്ക് സ്വഹാബികളുടെ മാർഗം പിൻപറ്റാൻ സാധിക്കുകയില്ല എന്ന് പറയാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ സ്വഹാബികളെ ഖുർആനിൽ പുകഴ്ത്തി ഞാൻ തൃപ്തിപ്പെട്ടവരാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി പറയുകയും അവരുടെ മാർഗം പിൻപറ്റിയ ആളുകൾക്ക് അവർക്കും റബ്ബിന്റെ തൃപ്തി ഉണ്ടാകുമെന്ന് വാഗ്ദാനം. സൂറത്തു തൗബ, വസ്സാബിഖൂന ലവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവരായ ആളുകൾ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവർക്ക് ശേഷം മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ശേഷം തുടർന്നു വന്ന മറ്റു സഹാബികൾ, താബിഈങ്ങൾ, അങ്ങനെ ഈ ദീനിലേക്ക് പ്രവേശിച്ച ആളുകൾ, അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നു റളിയല്ലാഹു അൻഹും വറദു അൻഹു, അല്ലാഹു തആല അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു.
വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്ഭാഗത്തോടുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ്ഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരുക്കി വെച്ചിരിക്കുന്നു. ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അളീം, അവർ ശാശ്വതരായിരിക്കും ആ സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് പിന്നീട് പുറത്തു വരേണ്ടി വരികയില്ല. ദാലികൽ ഫൗസുൽ അളീം, അവർ ആ ഏറ്റവും മഹത്തരമായ വിജയം കൈവരിച്ചവർ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അള്ളാഹു പേരെടുത്ത് പറഞ്ഞു സഹാബികൾ, മുഹാജിറുകൾ, അൻസാറുകൾ. ആരാണ് മുഹാജിറുകൾ, ആരാണ് അൻസാറുകൾ? ഇതാർക്കാണ് അറിയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ ദീൻ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ മക്കയിൽ നിന്നും സ്വന്തം നാടിനെയും സ്വന്തം കുടുംബക്കാരെയും സ്വന്തം വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, ഒന്നുമില്ലാതെ ദരിദ്രരായിക്കൊണ്ട് ഈ ദീനിനു വേണ്ടി ദുനിയാവിനെ ഉപേക്ഷിച്ച സാധുക്കളായ സ്വഹാബികളാണ് മുഹാജിറുകൾ. അവരങ്ങനെ വന്നപ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള സ്വത്തും തങ്ങളിലുള്ള ഭാര്യമാരെ പോലും അവർക്ക് വേണ്ടി ത്വലാഖ് ചെയ്ത് വിവാഹം ചെയ്തു കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള സഹായികളായ ആളുകളാണ് അൻസാരികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറയുന്നു, അവർക്ക് സ്വർഗമുണ്ട്, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ സ്വഹാബികളെ നമ്മൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബികളെ മാത്രമല്ല ഇവിടെ പറഞ്ഞത്, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ പിൻപറ്റിയ ആളുകൾക്കുമുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി, റളിയല്ലാഹു അൻഹും. നമ്മൾ എത്രത്തോളം സഹാബികളെ പിൻപറ്റുന്നുവോ അത്രത്തോളം അള്ളാഹിന്റെ തൃപ്തി കിട്ടും. സഹാബികളെ പിൻപറ്റുന്ന കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മുൻപന്തിയിൽ എത്തിയിട്ടുണ്ടോ, ഇത്തിബാ എത്രത്തോളം നമുക്കുണ്ടോ, അത്രത്തോളം റബ്ബിന്റെ റിള, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് ലഭിക്കും. അതിൽ നിന്നും നമ്മൾ പിൻപറ്റാതിരുന്നാൽ തൃപ്തി കിട്ടുകയില്ല. കാരണം അള്ളാഹു തൃപ്തി അറിയിച്ചത് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ഏറ്റവും നല്ല രീതിയിൽ അവരെ പിൻപറ്റിയ ആളുകൾക്കുമാണ്, സ്വഹാബികൾക്കും അവരെ പിൻപറ്റിയവർക്കുമാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് എന്താണ് ന്യായം? സ്വഹാബികളെ പിൻപറ്റാതിരിക്കാൻ സഹോദരങ്ങളെ എന്താണ് നമുക്ക് ന്യായം? നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് കൂടി അറിയിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വന്നു ഭവിക്കാനുള്ള വലിയ ദുരന്തങ്ങളെ കുറിച്ച് അറിയിച്ചിട്ടുണ്ട്. ലയഅതിയന്ന അലാ ഉമ്മത്തി മാ അതാ ബനി ഇസ്രായീൽ ഹദ്വൻ നഅൽ ബിൻ നഅൽ, എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും. അവർ എന്താണ് സംഭവിക്കുന്നത്? അവർ ബനു ഇസ്രായേലുകാരെ അതേപോലെ തന്നെ പിൻപറ്റുന്നവരാണ്. ഹദ്വൻ നഅൽ ബിൻ നഅൽ, ഒരു ഉദാഹരണവും പറഞ്ഞു. നമ്മൾ ചെരുപ്പിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ വലത്തെ ചെരുപ്പിന് ഇടത്തെ ചെരുപ്പ് എങ്ങനെയാണ് പിൻപറ്റുക? മാറിപ്പോകാൻ സാധിക്കുകയില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാലം പുറകോട്ട് പോവുകയില്ല. ചെരുപ്പ് ഒന്നിനെ മറ്റൊന്നായിട്ട് എത്ര കൃത്യമായി പിൻപറ്റും? ഒരു നിലക്കും വ്യതിചലിക്കാൻ സാധിക്കുകയില്ല. ഒരാൾ വലത്തോട്ട് പോകുമ്പോൾ ഒരു ചെരുപ്പിന് ഇടത്തോട്ട് പോകാൻ പറ്റില്ല. അടി വെച്ചാൽ അടുത്ത അടി അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. ആ നിലക്ക് തന്നെ പിൻപറ്റും. എന്നിട്ട് അവിടെ നിന്ന് അറിയിച്ചത് ഹത്താ ഇൻ കാന മൻ അതാ ഉമ്മുഹു അലാനിയ കാന ഫി ഉമ്മതി മൻ യസ്നഉ ദാലിക്, ആ യഹൂദർ, ആ നസ്രാണികൾ, അവരിൽപ്പെട്ട ചില ആളുകൾ അവരുടെ ഉമ്മയെ പരസ്യമായി വ്യഭിചരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. ആ നിലയ്ക്ക് എല്ലാ ഫാഹിഷത്തിലും എല്ലാ തോന്നിവാസത്തിലും ഈ പറയുന്ന യഹൂദ നസ്രാണികളെ പിൻപറ്റുന്ന ആളുകളുണ്ട്, അങ്ങനെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു വഇന്ന ബനി ഇസ്രായീൽ തഫറഖത് അലാ 72 മില്ല, ബനു ഇസ്രായേലുകാർ 72 കക്ഷികളായിട്ട് വേർപിരിഞ്ഞിട്ടുണ്ട്. ചില റിവായത്തിൽ നമുക്ക് കാണാം യഹൂദർ 71 നസ്രാണികൾ 72 പിൻപറ്റിയിട്ടുണ്ട്, വേർതിരിഞ്ഞിട്ടുണ്ട്, അത് ഭിന്നിച്ചിട്ടുണ്ട്. വതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല, എൻ്റെ ഉമ്മത്തും 73 കക്ഷികളായിട്ട് മാറുന്നതാണ്. കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ് എന്നാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗം ഒഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതിങ്ങനെ വ്യത്യസ്ത കക്ഷികളായി തീരുക എന്നുള്ളതിൽ നമ്മൾ ഒരു വല്ലാത്ത സങ്കടത്തിൽ അതിൽ മുങ്ങിക്കൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല. ചില ആൾക്ക് ആ നിലക്ക് വലിയ സങ്കടം. എന്താണ് എല്ലാവരും ഇങ്ങനെ പരസ്പരം ഭിന്നതയിലാണ്, മുസ്ലിമുകൾ ഭിന്നതയിലാണ്, ശത്രുക്കളൊക്കെ നമുക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നതയിലാണ് എന്ന് വേവലാതിപ്പെടുന്ന ആളുകളുണ്ട്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ നിയമത്തിൽപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെ ചെറുത്ത് നിർത്താനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മില്ലത്തുൻ വാഹിദയിൽ ഒരൊറ്റ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. ഏതാണ് ഒറ്റ വിഭാഗം? നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, മൻ ഹിയ യാ റസൂലല്ലാഹ്, ആ വിജയിക്കുന്ന നരകത്തിൽ പ്രവേശിക്കാത്ത ആ ഒരു വിഭാഗം ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മാ അന അലൈഹി വ അസ്ഹാബി, നേർക്ക് നേരെ തന്നെ പറഞ്ഞു, ഞാനും എൻ്റെ സ്വഹാബത്തുമുള്ള മാർഗം. ഇതിൽ പരം
സ്വഹാബികളുടെ മാർഗം പിൻപറ്റണം എന്നുള്ളതിന് എന്ത് തെളിവാണ് വേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സ്വഹാബികളുടെ മാർഗത്തിൽ പ്രവേശിക്കാതെ ഒരാൾക്കൊരിക്കലും തന്നെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅ, സ്വഹാബികളുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും മാർഗം എന്ന് പറഞ്ഞാൽ ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അതാണ് ഇസ്ലാമിൻ്റെ മാർഗം, അത് മറ്റൊന്നുമല്ല. ഇപ്പം നമ്മൾ ഒരാളെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗം നീ പിൻപറ്റണം എന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ പറയുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസം നീ പിൻപറ്റണം എന്നാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം പിൻപറ്റണം, ഖുർആനിലുള്ള വിശ്വാസം പിൻപറ്റണം, ഹദീസുകളിലുള്ള വിശ്വാസം പിൻപറ്റണം. ഈ ഖുർആനിനെയും ഹദീസിനെയും ഏറ്റവും നന്നായി മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബികളുണ്ട്. അവർ മനസ്സിലാക്കിയതുപോലെ, അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്നുള്ളതാണ്. അവരെന്തുകൊണ്ട് സ്വീകരിക്കണം, അതിനുള്ള തെളിവ് നമ്മൾ സഹോദരങ്ങളെ പറയുകയും ചെയ്തു. ഇതാണ് അതിനുള്ള മാർഗമെന്നാണ്. അതിനുശേഷം അദ്ദേഹം രണ്ടാമത്തെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഈ സ്വഹാബികളുടെ മാർഗമല്ലാത്ത, പിൽക്കാലത്തുണ്ടായിട്ടുള്ള സ്വഹാബികളുടെ മാർഗമല്ലാത്ത മറ്റെല്ലാ മാർഗങ്ങളും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതൊന്നും തന്നെ എന്ത് ചെയ്യുകയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുകയില്ല. നമ്മൾ ചിന്തിച്ചു നോക്കൂ, സ്വഹാബികളുടെ മാർഗം പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുറിയാത്ത ഒരു സനദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തും. നമ്മൾ ഈ വിശ്വാസം ഇങ്ങനെയാണ് നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള മുൻഗാമികൾ വിശ്വസിച്ചത്, അതിൻ്റെ മുന്നിലുള്ള നൂറ്റാണ്ടിൽ മുൻഗാമികൾ വിശ്വസിച്ചത്, ഇതിങ്ങനെ ചെന്ന് സ്വഹാബികളിലേക്ക് എത്തും. എന്നാൽ ബിദ്അത്തിന്റെ ആളുകളുടെ വിശ്വാസം അത് ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയതായിരിക്കും. സൂഫികളുടെ വിശ്വാസം അത് ഇന്ന് നൂറ്റാണ്ടിൽ തുടങ്ങിയതായിരിക്കും. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സിഫാത്തുകളെ നിഷേധിക്കുന്നതായ ജഹ്മിയാക്കളുടെ വിശ്വാസം, ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിനെ പലതിനെയും നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളുടെ രംഗപ്രവേശനം ഇന്ന കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് അങ്ങനെ പറഞ്ഞ ഒരാളെയും കാണാൻ സാധിക്കുകയില്ല. ഇനി നോക്കൂ, നമ്മുടെ നാടുകളിൽ തന്നെ ജമാഅത്തു തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞ സൂഫിയാക്കളുടെ പുതിയ മുഖം, ഇവർക്കൊക്കെ ഒരു പ്രത്യേക സമയത്താണ് ഇവർ തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 100-150 വർഷം മുമ്പ് മാത്രം ഒരാൾ സ്വപ്നത്തിൽ ഒരു കിനാവ് കണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ജമാഅത്തു തബ്ലീഗ് എന്ന് പറയുന്നത്. അവരുടെ പരമ്പര അത്ര എത്തുകയുള്ളൂ. നിങ്ങൾ എന്നാ ഉണ്ടായിട്ടുള്ളത്? 100 വർഷം മുമ്പ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 100 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു വിഭാഗമല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം സഹാബികളുടെ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവർ ഈ പറയുന്ന രൂപത്തിലുള്ള പുതിയ പുതിയ ആചാരങ്ങൾ, പുതിയ പുറപ്പെടലുകൾ, ഇതൊക്കെ മുൻഗാമികൾ പോയിട്ട് ഒരു 200 നൂറ്റാണ്ടിൻ്റെ ഒരു 2 നൂറ്റാണ്ടിന് മുമ്പ്, 200 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടാവുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് എത്ര ഉലമാക്കളുണ്ട്, ഇവരാർക്കും അറിയുക പോലുമില്ല. കാരണം ഇതൊരാൾ സ്വപ്നത്തിൽ കണ്ട് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷി, അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ പ്രവേശിക്കുന്ന ജമാഅത്തെ അൽ ഇസ്ലാമി എന്ന് പറഞ്ഞ് മൗദൂദിയെ പോലെയുള്ള ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള കക്ഷി, ഇവരുടെയൊക്കെ ഓരോ ആശയങ്ങൾ ആരാണ് ആദ്യമായി ഇങ്ങനെ ഒരു തഫ്സീർ ഈ ആയത്തിന് കൊണ്ടുവന്നത്? അത് ഇത്ര 50 വർഷം മുമ്പ് ഇന്നയാൾ കൊണ്ടുവന്നതാണ്, സെയ്ദ് കുത്തുബ് കൊണ്ടുവന്നതാണ്, മൗദൂദി കൊണ്ടുവന്നതാണ്. അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഒതുങ്ങുന്നതായിരിക്കും. അവർക്ക് സ്വഹാബികളിലേക്ക് എത്താൻ സാധിക്കുകയില്ല. ഇത് സഹോദരങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന കാര്യമാണ്. പാരമ്പര്യമുള്ള വിശ്വാസം, പാരമ്പര്യമുള്ള സ്വഹാബികളിലേക്ക് എത്തുന്ന വിശ്വാസം, അത് സ്വഹാബികളുടെ വിശ്വാസം പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതല്ലാത്ത ആളുകളെല്ലാം ഇന്ന കാലഘട്ടത്തിൽ തുടങ്ങിയതായിരിക്കും. പലരും അതേപോലെയാണ് സലഫികൾ എന്ന് പറഞ്ഞു വരുത്തി തീർക്കാൻ നോക്കാറുണ്ട്. ഇവർ വഹാബികളാണ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് 200 വർഷം മുമ്പ് നജിദിൽ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞൊപ്പിക്കാൻ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അവർക്കതിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അവർ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ നിന്നും ഏതെങ്കിലും ഒരു വരി കൊണ്ടുവരട്ടെ, ഒരു കിതാബ് മുഴുവനായിട്ടൊന്നും കൊണ്ടുവരേണ്ടതില്ല. ഇത് സ്വഹാബികൾക്ക് ഇല്ലാത്തതായ, ഇയാൾ കണ്ടെത്തിയ ഗവേഷണം ചെയ്ത് കൊണ്ടുവന്ന പുത്തൻവാദമാണെന്ന് ഇവർ കൊണ്ടുവരട്ടെ, സാധിക്കുകയില്ല. അതല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ അള്ളാഹുവിൻ്റെ അസ്മാഉ വസിഫാത്തുകളിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നിലപാട്, ഇത് ആദ്യകാലക്കാർക്കില്ലാത്ത, സ്വഹാബികൾക്കില്ലാത്ത ഒരു കാര്യമാണ്, പുതുതായി ഉണ്ടാക്കിയതാണ് എന്നവർ തെളിവ് കൊണ്ടുവരട്ടെ. അതിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഇവരൊക്കെ പരിഷ്കർത്താക്കൾ മാത്രമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ഫസാദാക്കിയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു വിളിക്കാൻ വന്നിട്ടുള്ള ആളുകൾ മാത്രമാണ്. അവർ പുതുതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പിൻപറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് അവരുടെ സനദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അതിനുശേഷം രണ്ടാമത്തെ അടിസ്ഥാനമായി അദ്ദേഹം പറയുന്നത് വതർക്കുൽ ബിദ്അഇ വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ദലാല. സ്വഹാബികളെ പിൻപറ്റണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ്, അതേപോലെ ബിദ്അത്തുകളെ, പുതുതായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ദലാല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ വാചകങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാം. കാരണം ബിദ്അത്തുകൾ ഒഴിവാക്കേണ്ടത് എല്ലാ ബിദ്അത്തുകളും വഴികേടായതുകൊണ്ടാണ്. ബിദ്അത്തുകളെല്ലാം വഴികേടാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കുന്ന, അറബിയിൽ നിപുണനായ വാചാലനായിട്ടുള്ള ഏറ്റവും ശുദ്ധമായ ഭാഷ മാത്രം സംസാരിച്ച ഒരു വ്യക്തിയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ എന്നാണ്. എല്ലാ ബിദ്അത്തുകളും, എല്ലാ പുതുതായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളും ബിദ്അത്താണെന്നാണ്. അപ്പൊ അവിടുത്തെ കുല്ലെന്ന് പറഞ്ഞാൽ അറബി ഭാഷയുടെ അർത്ഥം തന്നെ എല്ലാം അതിൽ പെട്ടു എന്നാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞില്ല, എല്ലാം പെട്ടിട്ടില്ല, ചിലതൊന്നും അങ്ങനെ ബിദ്അത്ത് എന്ന് പറയാൻ പറ്റില്ല, പുതുതായി ഉണ്ടായതാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം അതിന് സനദൊന്നും കിട്ടുകയില്ല. എങ്കിൽ ശരി, അല്ലെ, നമ്മൾ നബിദിനത്തിന്റെ വിഷയം എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ശരി, എങ്ങനെയാണ് സ്വഹാബികൾ ഉദ്ധരിച്ചത്? ഇടക്കാലത്ത് അങ്ങനെ ഒരു തട്ടിപ്പുണ്ടായിരുന്നു. കാരണം ആളുകൾ അത്രയും അജ്ഞതയിലാകുന്ന സമയത്ത് മാത്രമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് സ്വഹാബികൾ ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ആളുകൾ അത്രയും അജ്ഞതയിലായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിദിനത്തിന് വേണ്ടി ഇത്ര ഫണ്ട് കൊടുത്തു, ഇന്നാൾ ഇത്ര ഫണ്ട് കൊടുത്തു, ഇന്നാൾ ഇങ്ങനെ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പുകൾ. പക്ഷെ നമ്മൾ ഒരു നേർക്ക് നേരെയുള്ള ഒരു മുഖാമുഖത്തിലോ നേർക്ക് നേരെയുള്ള സംസാരത്തിലോ അവർക്കത് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് വെറുതെ കെട്ടിയിട്ട് ആരെങ്കിലൊക്കെ ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും ഭയമില്ല. സ്വഹാബികൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വെറുതെ കെട്ടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് 4-ാം നൂറ്റാണ്ടിൽ വന്നതാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ പിന്നെ അടുത്തുള്ള ന്യായം, അത് അങ്ങനെ വന്നതാണെങ്കിലും ശരി, അത് എന്തല്ല, അതങ്ങനെ ഈ പറയുന്ന ബിദ്അത്തിൽ അത് പെടുകയില്ല, അത് നല്ല ബിദ്അത്താണെന്നാണ്. ആരാണ് സഹോദരങ്ങളെ ബിദ്അത്തുകളിൽ നല്ലതുണ്ടെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായിട്ടുണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണെന്നാണ്. അവിടുന്ന് പറയുന്നു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിന്റെ കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം നിങ്ങൾ സൂക്ഷിക്കുക. അവിടുന്ന് പറഞ്ഞ ദുനിയാവിന്റെ കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നിട്ട് അതുപോലും സാധാരണക്കാരായ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മസ്ജിദുകളിൽ ഇന്നത് ഉപയോഗിക്കുന്നില്ലേ, നിങ്ങൾ വാഹനം ഇന്ന് ഉപയോഗിക്കുന്നത്, അത് ഒരാളും പറയാത്ത കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഉപയോഗിക്കണം, എന്ത് നിങ്ങൾ മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ കല്ല് ഉപയോഗിക്കണമെന്നോ ഇത് പറയാനാണോ വന്നിട്ടുള്ളത്? അവിടുന്ന് അതല്ല പറഞ്ഞത്. അതങ്ങനെ പറഞ്ഞിട്ട് സ്വഹാബികൾ തന്നെ പിൽക്കാലത്ത് ചോദിക്കേണ്ടതില്ല, നമ്മൾ ആദ്യം ഉള്ളതുപോലെയല്ലോ ഇപ്പം എന്ന് സ്വഹാബികൾ ചോദിച്ചോ? കാരണം അവർക്കറിയാം ഇത് ഉദ്ദേശിക്കുന്ന ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കരുത് എന്നാണ്. അതല്ലെങ്കിൽ മസ്ജിദുകൾ എത്ര പ്രാവശ്യം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി മസ്ജിദുകൾ അത് മാറ്റി പുതിയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ലല്ലോ. ആ മസ്ജിദിൽ നടക്കുന്ന ഇബാദത്ത് അന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്ന ഇബാദത്ത് തന്നെയാണ് ഇന്നും നടക്കേണ്ടത്, എല്ലാ കാലത്തും നടക്കേണ്ടത്, ഖിയാമത്ത് നാൾ വരെ നടക്കേണ്ടത് അതാണ്. അതിൽ പുതുതായി കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. അതല്ലാതെ മസ്ജിദിന് അത് ടൈൽസ് ഇട്ടാനാൽ അത് ബിദ്അത്ത്, അതിനും മാറി മാർബിൾ ഇട്ടാൽ വലിയൊരു ബിദ്അത്ത്, അതിൽ മൈക്ക് കൊണ്ടുവന്നാൽ വലിയ ബിദ്അത്ത്, ഇതല്ലല്ലോ. ഇതാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല, ബുദ്ധിയുള്ള ഒരാളും അത് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ സാധാരണക്കാർക്ക് ദീനും ബുദ്ധിയൊക്കെ കുറവാണ് എന്നുള്ളതിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവർ ഇത്തരം പൊടിക്കൈകൾ പറയുക എന്നുള്ളത് മാത്രമാണ്, അതല്ലാതെ അതിൽ മറ്റൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതുതായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണേ. അവിടുന്ന് എല്ലാ ഖുതുബകളിലും ഇത് പറഞ്ഞിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബിദ്അത്ത് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അത് ഉണ്ടാവുകയില്ല. എന്നിട്ടും അവിടുന്ന് ആവർത്തിച്ചിത് പറയണമെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്ര ആയിരിക്കും? ഉമ്മത്തിന് ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ താക്കീത് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ. ആ വാക്കിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ കാര്യത്തിൽ, ഇപ്പം നിലവിലുള്ള കാര്യത്തിൽ, അതിനാണ് ഹാദ എന്ന് പറയുകയുള്ളത്, ഭാഷാ നിയമമാണ്. നിലവിലുള്ള ഈ ദീനിന്റെ കാര്യത്തിൽ ഇല്ലാത്ത പുതിയതായിട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളണം, വേറെ ഒന്നും നോക്കാനില്ല. റസൂലുള്ള ചെയ്യാത്ത അമലാണോ, സഹാബികൾ ചെയ്യാത്ത അമലാണോ, തള്ളുക എന്നല്ലാതെ അതിന് കൊള്ളാൻ യാതൊരു നിർവാഹവുമില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, എന്റെ കൽപ്പന ഇല്ലാത്ത ഒരു പ്രവൃത്തി ആര് ചെയ്താലും ഏത് പ്രവൃത്തിയായാലും, മൻ അമില അമലൻ എന്നാണ് പറഞ്ഞത്. ഇത് ഭാഷാ നിയമം അറിയുന്ന ആൾക്ക് അമലൻ നെക്കിറയായിട്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എല്ലാ അമലും അതിൽ ഉൾപ്പെട്ടു. അതിൽ ഇന്ന അമല് ഒഴിവൊന്നില്ല. വിഷയം ഇത്രയേ ഉള്ളൂ, ലൈസ അലൈഹി അംറുനാ, റസൂലുള്ളാഹിന്റെ കൽപ്പന അതിലില്ല എങ്കിൽ ആ അമൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയും എന്നാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ പുതുതായി കൊണ്ടുവന്ന ആളുകൾ ആ കാര്യങ്ങൾ ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ആ ബിദ്അത്തുകൾ രണ്ട് രൂപത്തിലുണ്ടാകാം. ഒന്നുകിൽ ആ ബിദ്അത്തിന്റെ ആ ബിദ്അത്ത് അടിസ്ഥാനപരമായിട്ട് തന്നെ ബിദ്അത്തായിരിക്കും. അങ്ങനെ ഒരു കാര്യമേ ദീനിലില്ല, നബിദിനം പോലെയുള്ള. കാരണം അങ്ങനെ ഒരു ആഘോഷങ്ങൾ കഴിഞ്ഞുപോയ തലമുറകളിൽ പോലും, കഴിഞ്ഞുപോയ അമ്പിയാക്കളിലേത് പോലുമില്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലുമൊക്കെ പ്രവാചകന്മാരുടെ മൗലീദുകൾ ആഘോഷിക്കണമായിരുന്നു, അത് വലിയ പുണ്യപ്രവൃത്തിയാണെങ്കിൽ. അതില്ല.
അടിസ്ഥാനപരമായിട്ട് തന്നെ ഇല്ലാത്ത ബിദ്അത്തായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത രൂപത്തിൽ ചെയ്യുക വഴി ബിദ്അത്തിലേക്ക് എത്തുന്ന രീതിയുണ്ട്. ബിദ്അത്തുൻ ഇളാഫിയ എന്നാണ് പണ്ഡിതന്മാർ അതിനെ പറയാറുള്ളത്. അതിന്റെ വസ്ഫിൽ മാറ്റം വരുത്തുക. ഇത് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമുണ്ട്, അത് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം ആ രൂപത്തിൽ മനസ്സിലാക്കുക. ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്തിന് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ബഹീമത്തുൽ അൻആമാണ്, ആടുമാടൊട്ടകങ്ങളാണ്. ഇതല്ലാത്ത ഒന്നും ഉദ്ഹിയത്തിന് ശരിയാവുകയില്ല. നമ്മൾ എത്ര വില കൂടിയ ഒരു ഉരുവിനെ കൊണ്ടുവന്നാൽ പോലും, വളരെ വില കൂടിയ ഒരു കുതിരയെ കൊണ്ടുവന്ന് ഒരാൾ ഉദ്ഹിയത്ത് ഇറക്കുകയാണ്, 1 കോടി രൂപയുടെ കുതിരയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ള കുതിരകളുണ്ട്, വളരെയധികം ശക്തിയുള്ള കുതിരകളുണ്ട്, കാറുകളെക്കാൾ വിലയുള്ള. അതിനെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ അറുത്തു, ഉദ്ഹിയത്തിന് വേണ്ടി അറുത്താൽ സ്വീകരിക്കുകയില്ല, ഉദ്ഹിയത്തായിട്ട് പരിഗണിക്കുകയില്ല. കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ചത് ബഹീമത്തുൽ അൻആമിൽ നിന്ന് മറക്കുവാൻ വേണ്ടിയാണ്. ആടുമാടൊട്ടങ്ങളല്ലാതെ മറ്റൊന്നും ഓർക്കാൻ പാടില്ല. അത് എന്തായി തീരുകയാണ്? ആ നിലക്ക് ബിദ്അത്തായി തീരുകയാണ്. മറ്റൊരു ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തഹിയ്യത്തുൽ മസ്ജിദ് എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇതിനെ ഖിയാസാക്കിക്കൊണ്ട് മറ്റൊരാൾ പറയാണ്, ഞാൻ വീട്ടിലേക്ക് കയറിയാലും ഈ രൂപത്തിൽ എപ്പോൾ വീട്ടിൽ കയറിയാലും ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അപ്പോൾ 2 റക്അത്ത് സുന്നത്തില്ലേ? ഉണ്ട്. അത് മസ്ജിദിൽ കയറുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ വീട്ടിലെന്തുകൊണ്ട് ഉണ്ടായിക്കില്ല? ഒരാൾക്ക് ഉണ്ടാക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങൾ, അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് കഅബക്ക് ചുറ്റും മാത്രമാണ്. അങ്ങനെ തവാഫ് എന്നൊക്കെ പറയുന്ന കാര്യം ദീനിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ പറയാണ് ഞാൻ ജാറത്തിനും തവാഫ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താണ്. ഇനി അതുകൊണ്ട് മസ്ജിദുൻ നബവിക്ക് ഒരാൾ തവാഫ് ചെയ്യുമെന്ന് തീരുമാനിച്ചാലോ, മസ്ജിദുൻ നബവിക്ക് ഒരാൾ തവാഫ് ചെയ്യുമെന്ന് തീരുമാനിച്ചാൽ അത് ബിദ്അത്താണ്. പിന്നെയാണ് ജാറകൾ. സഹോദരങ്ങളെ, വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഒന്നുകിൽ അടിസ്ഥാനപരമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായ കാര്യങ്ങളായിരിക്കും, അതല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ വേറെ പല രൂപങ്ങളിലും കൊണ്ടുവരിക. അല്ലെ, നിസ്കാര ശേഷം നമ്മൾ പല മസ്ജിദുകളിലും കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണല്ലോ, കൂട്ടത്തോടുകൂടി ഇമാം ആമീൻ പറയുന്നു, ഇമാം ദുആ ചെയ്യുന്നു, ബാക്കി ആമീൻ പറയുന്നു. കൂട്ട പ്രാർത്ഥന അതിനെ നമുക്ക് പറയാൻ പറ്റുകയില്ല, കൂട്ട ആമീൻ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, ആമീൻ മാത്രം നമ്മൾ കേൾക്കാറുള്ളൂ. കാരണം ഇപ്പൊ കേൾക്കുന്ന ഭൂരിഭാഗം ആൾക്കൊക്കെ എന്താണ് ഇമാം പറയുന്നത് തന്നെ അറിയില്ല, എന്നാലും അതിനൊരു പ്രാർത്ഥന എന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കൂട്ട ആമീൻ നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അവിടെ സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആയിരക്കണക്കിന് ജമാഅത്ത് നിസ്കാരങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചിട്ടുണ്ട്, മസ്ജിദുൽ ഹറമിൽ അവിടെ നിസ്കരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന നിസ്കാരങ്ങൾ, 10,000-കണക്കിന് നിസ്കാരങ്ങൾ, ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഒരു പ്രാവശ്യമെങ്കിലും അവിടുന്ന് തിരിഞ്ഞിരുന്നുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യുകയും സ്വഹാബികൾ ആമീൻ പറയുകയും ചെയ്യുന്ന രീതി ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് ദുആ എന്ന് പറയുന്നത് ഉണ്ട്. കൂട്ടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകൾക്ക് ശേഷവും മറ്റുമൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അതല്ലാത്ത സംഭവങ്ങളിൽ അങ്ങനെ കൊണ്ടുവന്നാൽ അത് ബിദ്അത്തായി തീരുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് അവിടുന്ന് പഠിപ്പിക്കാത്ത കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ രൂപം മാറ്റിക്കൊണ്ട് ചെയ്യുന്ന രൂപത്തിലാകട്ടെ, അതെല്ലാം സഹോദരങ്ങളെ ബിദ്അത്താണ്. നമ്മുടെ നിസ്കാരങ്ങൾ അത് പഠിപ്പിക്കപ്പെടാത്ത രൂപത്തിൽ നമ്മൾ റക്അത്തുകൾ കൂട്ടുകയോ കുറുക്കുകയോ ചെയ്താൽ ബിദ്അത്ത് പോലെ തന്നെയാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളുമെന്ന് സഹോദരങ്ങളെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള മുഴുവൻ ബിദ്അത്തുകളെയും അത് ളലാലത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഖദ് അസ്ബഹ്തും അലൽ ഫിത്ര ബിമാ ജാഅ ബിഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് തന്നെ പറയാം, നിങ്ങളൊക്കെ ഇന്ന് ഫിത്രത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ശുദ്ധ പ്രകൃതിയിലുള്ള യഥാർത്ഥ ഇസ്ലാമിലാണ് നിങ്ങളുള്ളത്. സ്വഹാബികളോട് തന്നെ പറയാൻ നിങ്ങൾക്ക്, കാരണം ഇത് ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾക്ക് ശേഷം ഇവിടെ പുതിയതായ കാര്യങ്ങൾ വരും, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളുമായി ആളുകൾ വരും. ഫൈദാ റഅയ്തും മുഹ്ദസതൻ, സ്വഹാബികളോട് തന്നെ അദ്ദേഹം പറയാൻ, പുതിയ കാര്യങ്ങൾ വന്നാൽ ഫഅലൈക്കും ബിൽ ഹദീൽ അവൽ, നിങ്ങൾ ആദ്യത്തെ ചര്യ തന്നെ പിൻപറ്റണം. ആ കാലഘട്ടത്തിൽ പോലും അനുവദിക്കുന്നില്ല എങ്കിൽ ഇത്ര 14 നൂറ്റാണ്ടിന് ശേഷം ഇപ്പോൾ കൊണ്ടുവന്ന കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരോട് തന്നെ താക്കീത് ചെയ്ത് സ്വഹാബികൾ തന്നെ പറയാൻ അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് വാചകങ്ങൾ കാണാം. മഹാനായ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, അസ്സുന്നത്തു വല്ലദി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്സുന്നത്തു വല്ലദി ലാ ഇലാഹ ഇല്ലാഹു ബൈനൽ ഗാലി വൽ ജാഫി. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന വാചകമാണ് അത് ബൈനൽ ഗാലി വൽ ജാഫി, അതിരുവിട്ടവന്റെയും അലംഭാവം കാണിച്ചവന്റെയും മധ്യയാണ്. ഫസ്ബിറു അലൈഹ റഹിമകുമുല്ലാഹ്. അതുകൊണ്ട് സുന്നത്ത് പിൻപറ്റുന്ന എക്കാലത്തെയുമുള്ള ആളുകളെ നിങ്ങൾ അതിൽ ക്ഷമയോടുകൂടി സഞ്ചരിക്കുക. ഫഇന്ന അഹ്ല സുന്നതി കാനു അഖല്ല നാസി ഫീമാ മള.
കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ കുറവെന്നെ ഉണ്ടായിട്ടുള്ളൂ. വഹും അഹ്ലുന്നാസി വഹും അഖല്ലുന്നാസി ഫീമാ ബഖി. ഇനിയുള്ള കാലഘട്ടത്തിൽ സുന്നത്ത് പിൻപറ്റുന്ന ആളുകളൊക്കെ കുറവെന്നെ ഉണ്ടാവുകയുള്ളൂ. ഈ നാട്ടിൽ മുഴുവനും സുന്നത്ത് പിൻപറ്റുന്ന ആളുകളൊക്കെ വരും, നമ്മളങ്ങനെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറവെന്നെ ഉണ്ടാവുകയുള്ളൂ. അല്ലദീന ലം യദ്ഹബു മഅ അഹ്ലിൽ ഇത്റാഫി ഫി ഇത്റാഫിഹിം വലാ മഅ അഹ്ലിൽ ബിദ്അഇ ഫി ബിദ്അഇഹിം വസ്ബിറു അലാ സുന്നത്ത് വസബറു അലാ സുന്നതിഹിം ഹത്താ ലഖൂ റബ്ബഹും. അവരിതാ ബിദ്അത്തിന്റെ ആളുകളോടൊപ്പം, അതല്ലെങ്കിൽ അങ്ങനെ ദീനിനെ ഫസാദാക്കിയ ആളുകളോടൊപ്പമൊന്നും അവർ പോയിട്ടില്ല. അവർ സുന്നത്തോടുകൂടി ക്ഷമയോടുകൂടി സുന്നത്തിൽ അടിയുറച്ച് അള്ളാഹിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും സഹോദരങ്ങൾ ഇതുണ്ടാകും, ഇത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകും. നോക്കൂ സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ വാദിക്കുന്നത് എന്താ? പുതിയ പുതിയ കാര്യങ്ങൾ, ഇതിന് നബിദിനാകട്ടെ ഏതാകട്ടെ, പുതിയ കൊണ്ടുവരുന്ന ആളുകളുടെ യഥാർത്ഥത്തിലുള്ള വാദം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ടതുപോലെ നമുക്ക് പറഞ്ഞു തന്നില്ല, അതല്ലെങ്കിൽ എന്തോ ഒരു വഞ്ചന കാണിച്ചു, ഇത്രയും ഖൈറായിട്ടുള്ള കാര്യം അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എന്നിട്ടും അത് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ പറയാതെ പറയുന്ന കാര്യം റസൂലുള്ള ഒരു വഞ്ചന കാണിച്ചു എന്നാണ്. നഊദു ബില്ലാഹ്, നമ്മൾ പറഞ്ഞ കാര്യമല്ല. ഈ ബിദ്അത്തുകാരെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മഹാനായ പണ്ഡിതൻ ഇബ്നുൽ മാജിഷൂൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, സമിഅ്തു അൽ ഇമാം മാലികൻ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹ ഹസന. നോക്കൂ, ആരെങ്കിലുമൊക്കെ ദീനുൽ ഇസ്ലാമിൽ പുതിയൊരു കാര്യം കൊണ്ടുവന്നിട്ട് അത് നന്മയാണെന്ന് അവൻ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെയല്ല എല്ലാ കാലഘട്ടത്തിലും, ആരും ഇപ്പോൾ ഒരു ക്രിമിനൽ കുറ്റമായിട്ടൊന്നും അല്ല പുതിയ പുതിയ ഓരോ ദിക്റുകളും ദുആകളും പുതിയ റാത്തീബുകളും മൗലൂദുകളൊക്കെ കൊണ്ടുവരും, എല്ലാവരും നന്മയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നു, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. കാരണം എന്താണ്? ലിഅന്ന അല്ലാഹ യഖൂൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നേ ദിവസം ദീൻ പൂർത്തിയായി എന്ന റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീന ഫലാ യകൂനുൽ യൗമ ദീന, കാരണം അന്ന് ദീനാവാത്തതൊന്നും ഇന്നും ദീനാവുകയില്ല എന്നാണ്. അപ്പൊ ആ പൂർത്തിയായ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്ന റസൂലുള്ള ആ പൂർത്തിയായ ദീനിലുള്ള കാര്യങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും. ഇത് റസൂലുള്ള ഇത് മാത്രം അറിയിച്ചിട്ടില്ല, ഇതിലൊരു സൂചന പോലും തന്നിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അത് നമ്മുടെ ദീനുൽ ഇസ്ലാമിൽ നിന്നും തന്നെ തെറ്റിച്ച് കളയുന്ന കാര്യങ്ങൾ കൂടിയാണ്. കാരണം ബിദ്അത്തുകളുടെ വലിയ ഗൗരവം എന്ന് പറയുന്നത് അത് പലപ്പോഴും കുഫറിലേക്ക് വരെ എത്തിക്കും. കാരണം ചില ബിദ്അത്തുകൾ അത് കുഫറിലേക്ക് എത്തുന്നതാണ്. നോക്കൂ, മഹാന്മാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയ ബിദ്അത്തുകൾ ഇന്ന് എവിടെ എത്തി? അവർക്ക് ആദ്യം തന്നെ ഉദ്ദേശം മഹാന്മാരോട് പ്രാർത്ഥിക്കുക എന്നൊന്നും ആയിരുന്നില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാന്മാരുടെ ഖബറുകൾ സാധാരണക്കാരുടെ ഖബറുകൾ പോലെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അവർ കുറച്ച് ആദരവും ബഹുമാനമൊക്കെ കൊടുക്കേണ്ട ആളുകളാണ്. വലിയ പണ്ഡിതന്മാരായി ഭൂമിയിൽ ജീവിച്ച അള്ളാഹിന്റെ ഔലിയാക്കളായി നല്ല മനുഷ്യന്മാരായിരുന്നല്ലോ. അവരുടെ ഖബറുകളൊന്ന് മാറ്റി ഒരല്പം അതിന് ലേശം ഉയർത്തിയ കുഴപ്പമൊന്നുമില്ല. അതിനൊരല്പം നമ്മൾ കാണുന്ന രൂപത്തിൽ എപ്പോഴും അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹിന് ഓർമ്മ വരും. അല്ല, ഇന്നൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നശിച്ച് ജീവിക്കുമ്പോൾ ഇവരെ ഖബറെങ്കിലും കാണുമ്പോൾ ഇവർ മരിച്ചുപോയല്ലോ, നമുക്ക് അള്ളാഹിന് ഓർമ്മ വരും. ഇതാണ് തുടക്കം. ഒരു ബിദ്അത്താണ്, ശിർക്കിലേക്ക് എത്തിയിട്ടില്ല. പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോടായിരുന്നു. പക്ഷെ അടുത്ത കാലഘട്ടം വന്നപ്പോൾ പിശാചു വന്ന് ചിന്തിപ്പിച്ചു, ഇതെന്താണ് ഇവരുടേത് മാത്രം ഇങ്ങനെ പ്രത്യേകത, ഇവർക്ക് എന്തോ പ്രത്യേകത ഉണ്ട്. ഇത് വെറുതെ ഒന്നും നമ്മൾ മുൻഗാമികൾ ഇവരുടേത് മാത്രം ഇങ്ങനെ വെക്കുകയില്ല. പുതിയ ചിന്തകളുമായി പിശാചു വന്നു. അപ്പൊ ഇവരുടെ അടുക്കൽ നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഒന്നുകൂടി നമുക്ക് ഇബാദത്തുകൾ ചെയ്താൽ ഒന്നുകൂടി നന്നാവും. ഇവരുടെ ഈ ഖബറിന്റെ അടുക്കൽ വന്ന് ഇബാദത്ത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് തന്നെയാണ്. അങ്ങനെ തുടങ്ങി പിന്നീട് ഇബാദത്തുകൾ ആ ഖബറാളികളോട് തന്നെ ആകുന്ന ദീനിൽ നിന്നും പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. എത്ര കാര്യങ്ങൾ. നബിദിനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം എന്ന് പറഞ്ഞിട്ട് വർഷാവർഷം തുടങ്ങി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് എവിടെ എത്തി? ആ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന മൗലൂദുകളും നേരിട്ട് പ്രാർത്ഥിക്കുന്ന ബൂസീരിയുടെ കവിതകളുമൊക്കെ ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ നേരിട്ട് നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ വിദഅത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമല്ല. അത് പിന്നീട് എത്തിക്കുന്നത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കുന്ന കുഫറിലേക്കാണ് എന്നുള്ള കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ശേഷം പറയുന്നത്. വതർക്കുൽ ഖുസൂമാത്ത്, തർക്കങ്ങൾ ഒഴിവാക്കുക, വൽ ജുലൂസു മഅ അസ്ഹാബിൽ അഹ്വ, ബിദ്അത്തുകാരോടൊപ്പം ഇരിക്കുന്നത് സൂക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗ്ഗത്തിൽ അടിയുറച്ച് മരണം വരെ
ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.